അയാളൊരു നർത്തകനാണ് ഓക്കെ. അയാളുടെ ഉള്ളിൽ ഒരു നർത്തകനുണ്ട് അഭിനയിക്കുമ്പോൾ. നർത്തകൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാട്യക്കാരൻ എന്ന് പറയാം. നൃത്തം മാത്രമല്ല, നാട്യക്കാരൻ. ആ നാട്യക്കാരൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്വിക്കായിട്ട് വരും, അഭിനയിക്കുന്നു, പാസ് ചെയ്ത് പോകുന്നു. ഇതാണ് മോഹൻലാലിൽ സംഭവിക്കുന്നത്. അയാൾക്ക് ആ പടം വിജയിക്കണം എന്നില്ല, മറ്റേ തോറ്റ പരാജയം അങ്ങനത്തെ പരാതികളൊന്നുമില്ല. അഭിനയിക്കുന്നു. അത് ഇപ്പോഴത്തെ വിഷയം സ്ട്രക്ചർ ആയിട്ട് ടാർഗറ്റ് ഓഡിയൻസ് വേണം, ടാർഗറ്റ് മണി വേണം എന്നൊന്നുമില്ല. അദ്ദേഹത്തിന് ഇപ്പൊ ഇനി ഇറങ്ങാൻ പോകുന്ന ദൃശ്യം 3 സിനിമന്റെ അതായത് പ്രീ പ്രൊഡക്ഷൻ ഈ ഇന്റർവ്യൂവിനകത്ത് പറയാണ്ടായി ഒരു 300 കോടിയൊക്കെ പറ്റുകയാണെങ്കിൽ അടിച്ചു തരുമെന്ന് ചോദിക്കണ്ടായി. അത് വേറെ അത് വെച്ചാല് അല്ല, അത് അയാൾക്ക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളൊന്നും പ്രതീക്ഷിക്കുന്നില്ല ഇല്ലെങ്കിലും അയാളെ ട്രസ്റ്റ് ചെയ്തിട്ട് വന്ന പ്രൊഡ്യൂസർമാരായിരിക്കും. അല്ല, അയാൾക്ക് നല്ല വാല്യൂ ഉണ്ട്. കാര്യം വെച്ചാല് ഇത് മറ്റേ സിദ്ദിഖ് ഒരു ഇന്റർവ്യൂ നല്ല വൃത്തിയായിട്ട് പറയുന്നത്, മോഹൻലാലിനെ നിങ്ങൾ ഇപ്പൊ കുറ്റം പറയും 3-4 പടം പൊട്ടിക്കഴിഞ്ഞാൽ തിരിച്ചു വരാൻ. അയാളൊരു പടം തിരിച്ചു വരുന്ന 200 അടിക്കുന്നു, 100 കോടി അടിക്കുന്നു പോകുന്നു. അങ്ങനെയാണ് അയാളുടെ ട്രെൻഡ്. പക്ഷെ മമ്മൂട്ടി ഇപ്പോഴും 100 കോടി കണ്ടിട്ടില്ല എന്നാണ് എന്റെ ഇത്. കാണാത്തതിന് കാരണം എന്താ അറിയോ? മമ്മൂട്ടിക്ക് പക്ഷെ മമ്മൂട്ടി ഫാൻസ് പലരും കരയുന്നത് അതാണ്, 100 കോടി കൊണ്ട് ഇപ്പൊ എന്താണ് നിങ്ങൾ അങ്ങനെ. പക്ഷെ അതൊരു മൈൽ സ്റ്റോൺ അല്ലേ? 100 കോടി യൂട്യൂബിനകത്ത് ഒരു ചാനലില് ഒരു 1 മില്യൺ അടിക്കാനുള്ള മൈൽ സ്റ്റോൺ ആണ്. ഇപ്പൊ എന്ത് പറഞ്ഞാലും അയാളുടെ ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിലേ ആൾക്കാർ ചെയ്യാൻ പറ്റുള്ളൂ. അതുപോലെ 100 കോടി എന്ന് പറഞ്ഞ ഒരു മൈൽ സ്റ്റോൺ ആണ്. അപ്പൊ ഭീഷ്മപർവം അത് അടിക്കാൻ പറ്റിയില്ലെങ്കിൽ മോശം എന്നൊന്നും പറഞ്ഞില്ലെങ്കിലും ഫാൻസ് അല്ല, മമ്മൂട്ടി ഫാൻസിന്റെ ഇതിനു വേണ്ടിയല്ല. ഭീഷ്മപർവം എന്ന് പറഞ്ഞിട്ടുള്ള നല്ലൊരു പടമാണ്. 85 അങ്ങോട്ടൊന്നും അടിച്ചുള്ളൂ, 100 അടിക്കാൻ പറ്റില്ല. എനിക്കറിയില്ല എന്റെ എത്ര എമൗണ്ട്. അതായത് അത് ശരിക്കും 100 കോടി അടിക്കേണ്ട സിനിമയായിരുന്നു. അതിനുള്ള പിന്നെ എന്ത് പറ്റി? അതാണ് ഈ പറഞ്ഞത് പ്രശ്നം. അതായത് മമ്മൂട്ടിക്ക് ഈ ഫേസ്ബുക്കിൽ കിടന്ന് തള്ളണ പോലെ ഉള്ളൂ. തിയേറ്ററിൽ ആൾക്കാരുടെ ഫണ്ട് വരുള്ളൂ. മോഹൻലാലിന്റെ പടത്തിന്റെ പ്രത്യേകത, നമ്മുടെ ഷാറഫ് പറയുന്ന ഒരു ഡയലോഗില്ലേ, ഒരു ഇന്റർവ്യൂല് ഷറഫുദ്ദീൻ പറയല്ലേ, മോഹൻലാലിന്റെ ഒരു പടം പോസിറ്റീവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിലില്ല, ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മകൻ വരുമ്പോ കൊടുത്തുരുങ്ങിട്ട് ഇരിക്കുന്ന ഒരു അമ്മയുണ്ട്, വണ്ടി എടുക്കുക സിനിമയ്ക്ക് പറയണേ. ഇതാണ് മോഹൻലാലിന്റെ ഫാൻസ്. ഇപ്പൊ മറ്റേ പടമില്ലേ ഇപ്പൊ അടുത്ത് ഹിറ്റായിട്ടുള്ള ഡ്രൈവറായിട്ട് മോഹൻലാലിന്റെ നമ്മുടെ തുടരും പടത്തിന് റിവ്യൂ പോസിറ്റീവ് വന്നപ്പോ എന്താണ്? അല്ല, വളരെ ഒരു പ്രത്യേകിച്ച് ഒരു ഇന്റർവ്യൂ ഒന്നും ഇല്ലാണ്ട് ഒരു ഹൈപ്പ് ഇല്ലാണ്ട് അറിയിച്ചില്ല. ഹൈപ്പ് എന്നല്ല, കംപ്ലീറ്റ്ലി വേർഡ് ഓഫ് മൗത്തിൽ ജയിച്ചു. അതാണ് ഈ പറഞ്ഞത്. മോഹൻലാലിന്റെ പടത്തിന് പോസിറ്റീവ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടുകാർ കയറുന്നേ, അമ്മമാര്. എനിക്ക് ഓർമ്മയുണ്ട് ഭീഷ്മപർവ്വം സിനിമ ഇറങ്ങിയപ്പോ നമ്മളൊക്കെ വേർഡ് ഓഫ് മൗത്തിലെ പോകുന്നതാണ്. പിള്ളേർ, നമുക്ക് സ്റ്റുഡൻസ് ആണ് അന്ന്, ഇപ്പത്തെ ഫോണൊന്നും കയ്യിലില്ല, ഈ റിവ്യൂ നമുക്ക് അതിലേക്ക് വരാം, ഒന്നും കാണലില്ല. പക്ഷെ നമ്മൾ പോയി, ഞാൻ വിചാരിച്ച 100 കോടിയൊക്കെ അടിച്ചിട്ടുണ്ടാവും, ഇല്ലല്ലേ? പക്ഷെ അടിക്കുന്നത് എന്തായാലും മമ്മൂട്ടി വരും ഇതില് 100 കോടി എന്തായാലും അടിക്കുന്ന പ്രദേശം. ഞാനൊരു മോഹൻലാൽ ഫാനാണ്, പക്ഷെ മമ്മൂട്ടിനെ ഞാൻ ഒരിക്കലും താഴ്ത്തി കെട്ടില്ല. നമ്മുടെ പൈസയുടെ കാര്യത്തിൽ താഴ്ത്തി കെട്ടില്ല. മമ്മൂട്ടി ഇപ്പൊ ഈ കഴിഞ്ഞ 10 സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ മമ്മൂട്ടിയുടെ മറ്റേ ക്രിട്ടിക്കലി മറ്റേ ഇത് കിട്ടിയിട്ടുള്ള ടെക്നോളജിയോട് കിട്ടിയിട്ടുള്ള നല്ല കഥാപാത്രങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ കാര്യത്തിൽ ഇങ്ങനെ നല്ല പടങ്ങൾ വേണ്ട. നല്ല പടം എന്ന് ഉദ്ദേശിക്കുന്ന വെച്ചാല് നല്ല ഇതിൽ നിൽക്കണമെന്ന് വെച്ചാൽ സാമ്പത്തികമല്ല, കഥാപരമായിട്ട് ഒരു ജീവിതം പകർത്തിയിട്ട് അത് പ്രേക്ഷകന് മുമ്പിൽ വെക്കുന്നു. പ്രേക്ഷകന് ആവശ്യം ആവേശമാണ്. അതെ, എന്ത് ചെയ്യാൻ പറ്റും? കാരണം നമ്മളൊരാഴ്ച പട്ടിപ്പണി എടുത്തിട്ട് ഒരു ദിവസം സമാധാനമായിട്ട് അല്ലെങ്കിൽ ഒരു എന്റർടൈൻമെന്റിനാണ് സിനിമ. അതെ, അപ്പൊ വീണ്ടും ഒരാളുടെ പ്രശ്നം സിനിമയിലൂടെ കേൾക്കാൻ താല്പര്യപ്പെടുന്ന ആൾക്കാരല്ല മലയാളികൾ. അങ്ങനെയല്ല, മനസ്സിലാവുന്നു. ലളിതായിട്ട് പറഞ്ഞാലേ എല്ലാ കാലത്തും അടിയുള്ള പടം ഹിറ്റാവും. അതെങ്ങനെയാ വെച്ചറിയാം. പണ്ട് നസീറൊക്കെ അടിപിടി കൂടി, 100 ഉമ്മർ ജോസ് പ്രകാശിനൊക്കെ ആയിട്ട് അടിപിടി കൂടി. നസീർ ജയൻ അടികൂടിയിട്ടാണ് സൂപ്പർ ഹീറോ ആയത്. ആകെ 2-3 കൊല്ലം മലയാള സിനിമയിൽ നടന്നുള്ളൂ. ഇന്നും ജയന്റെ സിംഹാസനം ഒഴിഞ്ഞെടുക്കണം പറയുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കുക, ഇത്ര വർഷം കൊണ്ട് അതുണ്ടാക്കിയേക്കണ ഒരു ഓറ. അത് കഴിഞ്ഞിട്ട് മറ്റേ എന്തുകൊണ്ട് പിന്നെ ഇങ്ങോട്ട് വന്നപ്പോ മസാറ അന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ വന്ന് സോമൻ, സുകുമാരൻ, മറ്റേ ആംഗ്രി യങ് മാൻ സ്റ്റൈലിലുള്ള ഇതില്ലേ, രജനി, അമിതാഭ്, ഇവരൊക്കെ അടിച്ചോരാ. അതെ, ഇവരൊക്കെ ഇടിണ്ടാക്കി ആക്ഷൻ കളിച്ചാലേ ഇവിടെ സൂപ്പർ സ്റ്റാർഡം കിട്ടുള്ളൂ. ഇന്ത്യയിലെ വ്യൂവേഴ്സ് അങ്ങനെയാണ്. കാരണം നമ്മളൊക്കെ പണ്ട് പറ്റുന്നുണ്ട് പറയണേ, കാരണം നമ്മൾ നേരിട്ട് റിയാലിറ്റിയിൽ കാണുക. ഇപ്പൊ ഒരു കാർ ഓടിക്കുമ്പോ എക്സാമ്പിൾ അല്ല, ഞാൻ ചേർത്ത് പറയാം. ഇപ്പൊ ഒരു കാർ ഓടിക്കുമ്പോ ഒരാള് മറ്റൊരാളെ ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ അയാളുടെ ഉള്ളിൽ ഒരു സാധനം കിട്ടും, ഒരു ഹാപ്പിനെസ് അല്ലെങ്കിൽ ഒരു സംഭവം. നമ്മളിപ്പോ കാർ ഓടിക്കുക 2 വണ്ടിന്ന് ഒരുമിച്ച് ഓവർടേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ ഒരു എന്തോ ഒരു സെൻസ് ഓഫ് എക്സൈറ്റ്മെന്റ് അല്ലെങ്കിൽ
എന്തൊക്കെയോ നേടി, അല്ലെങ്കിൽ ഒരു ബൈക്ക് സ്പീഡിൽ ഓടിക്കുക എന്ന് പറയുമ്പോ അതൊക്കെ ഇത് വേറൊരു സാധനമുണ്ട്. പണ്ട് മുതലേ നമ്മൾ അങ്ങനെയാണ് ട്രെയിൻ അല്ല, ചെയ്യുന്നത്. വേറൊരു സാധനം കൂടി ഉണ്ട്. ഇത് വിജയിപ്പിക്കുന്ന വേറൊരു സ്റ്റേറ്റ് ഓഫ് മൈൻഡ് ഉണ്ട്. തല്ലാൻ മടിയുള്ള പേടിയുള്ള ഒരു മനുഷ്യൻ അവനെ സ്വയം അവിടെ അവരോധിച്ചിട്ട് ആക്ഷൻ പടം കണ്ടിട്ട് ആത്മരതി അടിയുണ്ട്. അതായത് ഞാനാണ് എനിക്ക് തല്ലാൻ പറ്റാത്തത് ആ സിനിമയിലൂടെ തല്ലി കണ്ടിട്ട് ഒന്ന് പുളകൊള്ള ഒരു പോലീസുകാരൻ. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. മോഹൻലാലിന്റെ പണ്ടത്തെ ഒരു സിനിമയാണ്. ഇവിടെ നോ പാർക്കിംഗ് ആണ്, വണ്ടി ഇടരുത് എന്ന് പറയുന്നു. അയാള് മോഹൻലാലിന്റെ വണ്ടിയുടെ ചില്ല് പൊട്ടിക്കുന്നു. നേരെ തിരിച്ചു മോഹൻലാലിൽ ഇത് ശരിക്കുള്ള അവസ്ഥയാണെങ്കിൽ നമ്മൾ സ്റ്റേഷനിൽ പോയി കിടക്കും. പക്ഷെ അതാണ് നമ്മൾ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ സിനിമയിലൂടെ ചെയ്യുമ്പോഴാണ് ആ സിനിമ വിജയിക്കുന്നത്, നമ്മൾ കൈയടിക്കും. ശരിയാണ്. പക്ഷെ മോഹൻലാലിന്റെ കഥാപാത്രം ആ സിനിമയിൽ തല്ലിപ്പൊട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് അങ്ങനെ തല്ലിപ്പൊട്ടിച്ച് കഴിഞ്ഞ പബ്ലിക്കിൽ അന്നത്തെ കാലത്താണെങ്കിൽ ചിലപ്പോ പോയില്ല. കാരണം അതിലെ കഥാപാത്രം ആഭ്യന്തരമന്ത്രിയുടെ കൂട്ടുകാരൻ ഏത് മോഹൻലാലിന്റെ കഥാപാത്രം, അത് വേറെ കാര്യം, അത് വിഷയം വേറെ, അതല്ല പറയുന്നത്. അതായത് ഇത് മറ്റേ നമ്മുടെ ദളപതിയിൽ പോലീസുകാരനെ തല്ലുന്ന സീനുണ്ട് ഇതിനകത്ത്. അതേ സെയിം സീൻ പോലെയാണ് നമ്മുടെ സ്ഫടികത്തില് ആ സിനിമ ഷൂട്ട് തിയേറ്ററിൽ അടി നടക്കുമ്പോ മറ്റേ ഇവിടെ പുറത്തിട്ട് തല്ലാണ്. ഇത് കാണുമ്പോ മലയാളിക്ക് എന്താണ് സന്തോഷം. പോലീസുകാരെ നമുക്കൊരു ദേഷ്യമുണ്ട്. ഇപ്പം നമുക്ക് കാരണം അവര് നമ്മള് ഭരിക്കുന്നുണ്ടോ ആകെ എത്രയാണ് 1:4 റേഷ്യോയിലാണ് പോലീസും നമ്മൾ. വേറെ വിഷയമാണ്, അത് പിന്നെ പറയാം. അല്ല, അതൊരു വിഷയമാണ്. അല്ല, അപ്പൊ അതുകൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ നമുക്ക് പോലീസ് പല നമുക്കൊന്നും പ്രശ്നമില്ല. അതായത് നമുക്ക് പള്ളി പിടിക്കുന്ന നമ്മുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നു എന്നുള്ളൊരു തോന്നല്ലേ നമുക്ക്. പോലീസുകാർ ഇഷ്ടക്കേടുണ്ട്. അപ്പൊ ഇഷ്ടക്കേടിനെ സിനിമയിലൂടെ വാഴ സിനിമയിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അതന്നെ. അപ്പൊ ആ സാധനം ആ ഒരു ഇതുണ്ടല്ലോ ഇഷ്ടം. അപ്പൊ ഇതാണ്. അപ്പൊ ഇതുപോലെ അടിക്കുന്ന പടങ്ങളിൽ അടിച്ചു കയറുക എന്നുള്ള പടങ്ങള് ഒക്കെ ഹിറ്റ് ആയിട്ടുണ്ട്. മിക്കതും ഓൾമോസ്റ്റ് ഹിറ്റാണ്. വെച്ചാല് ഇങ്ങനെ അടിച്ചേറി അവസാനമായിരുന്നു ദിലീപ് തല്ലി റൺവേലൊക്കെ. അതെ. പിന്നെ കുഞ്ചാക്കോ തല്ലി ഏത് അങ്ങനെ തല്ലി പിന്നൊരു ടൈം കഴിഞ്ഞപ്പോ എന്താ അറിയോ, ഒരാൾക്കുള്ളതിന് പകരം പണ്ടൊരു ഒറ്റ ഹീറോ മംഗലശ്ശേരി നീലാണ്ടൻ അല്ലെങ്കിൽ അറക്കൽ മാധവൻ ഉണ്ണി അങ്ങനത്തെ സ്റ്റൈൽ മാറിയിട്ട് കൂട്ടത്തല്ലുകളായി. ഇപ്പൊ കൂട്ടത്തല്ലുകളാ. ടൊബീനോ മറ്റവരൊക്കെ കൂടിയിട്ട് മറ്റേ ഒരു അടിപ്പടം നടന്നില്ലേ ലുക്മാനൊക്കെ ആയിട്ട്, മറ്റേ തല്ലുമാല അതിലും അടിയാണ്, വാഴയിലും അടിയാണ്. പക്ഷെ അതുകൊണ്ടൊക്കെ അത് നല്ല ഗെയിൻ ചെയ്തിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ യുവാക്കൾക്ക് തല്ലെന്ന് പറഞ്ഞൊരു ത്രില്ലാണ് എല്ലാ കാലത്തും യുവാക്കൾക്കും. ശാന്തമായിട്ടുള്ള സിനിമകൾ ഇപ്പം ദേവാസുരത്തിനെ ഇടി കണ്ടിട്ട് നമ്മൾ കറ്റുന്നുണ്ട്. ഈ ഗൂസ് ബംബ് വന്നിട്ടുള്ള യുവാക്കളൊക്കെ ഇന്ന് 10-45 വയസ്സ് 50 വയസ്സായവരുണ്ട്. പക്ഷെ ഫീൽ ഗുഡ് സിനിമകൾക്കും കേരളത്തിൽ വാല്യൂ ഉണ്ട്. സിനിമകൾക്ക് വാല്യൂ ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. കാരണം വെച്ചാൽ സൂപ്പർ സ്റ്റാർഡം എന്ന് പറഞ്ഞ ഒരു പെട്ടെന്നുള്ള ഭൂമില്ലേ, അത് കിട്ടണമെങ്കിൽ ആക്ഷൻ അഭിനയം. അതെ, അത് ശരിയാണ്. ഇപ്പൊ ഈ തുടരും സിനിമ തന്നെ നമ്മള് വർഷങ്ങൾ മോഹൻലാൽ ഫാൻസിനെ സംബന്ധിച്ച് വേനൽക്കാലത്ത് കിട്ടിയൊരു മഴ പോലെയാണ്. കാരണം ഇത്രയും കാലം നമ്മള് മോഹൻലാൽ എന്താണ് ഇയാള് വന്നിട്ട് തിയേറ്ററിൽ പോയി കാണാൻ പറ്റുന്നൊന്നും ഇറങ്ങുന്നില്ല. മോഹൻലാൽ ഡയറക്ട് ചെയ്ത സിനിമയാണെങ്കിൽ അതിലും വലിയ ഓളായി പോയി. അതല്ല മോഹൻലാലിന്റെ സിനിമകൾ ഒരിക്കലും മറ്റേ പറഞ്ഞോണ്ട് അല്ല, മോഹൻലാൽ ഡയറക്ട് ചെയ്ത അല്ല, മോഹൻലാലിന്റെ സിനിമകള് മറ്റേ കുറെ കാലങ്ങളായിട്ട് ഒറ്റ ലൈനിൽ ഒന്നും നിൽക്കുന്ന സിനിമകളല്ല. അതെച്ചാല് ഒരു ഇതുണ്ട്. ഇപ്പൊ മറ്റേ ലൂസിഫർ ഇറങ്ങി പയ്യെ പക്ഷെ അവിടെ ഓഡിയം കഴിഞ്ഞതിന് ശേഷം അതൊക്കെ ടൈമാണ്. അത് കഴിയും. പറഞ്ഞോട്ട് അത് കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് മോഹൻലാലിന് കിട്ടുന്ന കഥാപാത്രം വെച്ചിട്ടുണ്ടെങ്കിൽ മോഹൻലാൽ ആക്ഷൻ ചെയ്ത് ഇന്ന് കാണാൻ ആൾക്കാരുണ്ട്. മോഹൻലാൽ മുണ്ട് കൂടെ കൂത്ത് കാണാൻ ആൾക്കാരുണ്ട്. ഇത് ദേവാസുരം കണ്ട ഒരു തലമുറയുണ്ട്, ഇന്ന് വരുന്ന തലമുറയുണ്ട്. ഇതാണ് അയാളുടെ വിജയം. മനസ്സിലായി. അപ്പൊ ഈ മോഹൻലാലും മമ്മൂട്ടിയും തമ്മിലുള്ള ഒരു വ്യത്യാസം നമുക്ക് മനസ്സിലായി തന്നു. അപ്പൊ അതിനോട് വ്യത്യാസം അത് വലിയ അത് നമ്മൾ ഒരിക്കലും ഉണ്ടല്ല. നമ്മുടെ പ്രശ്നം എന്താണെന്നറിയോ, നമ്മൾ ഓട്ട മത്സരം കാണുന്നതിനെ കാണുന്നത് അവിടെ വ്യത്യാസമുണ്ട്. ഫിസിക്കലി ഓട്ട മത്സരം മീനും ഒരു ആനയും തമ്മിലുള്ള വ്യത്യാസം മീൻ എന്ന് പറയുമ്പോൾ അതെ അത് പറയാം. ഒരു തുല്യ ബലമുള്ള രണ്ട് ജീവികൾ, രണ്ട് പ്ലെയിനിൽ ജീവിക്കുന്ന, കരയിൽ ജീവിക്കുന്ന, വെള്ളത്തിൽ ജീവിക്കുന്ന തുല്യ ശക്തികൾ, ഇതിനെ കമ്പയർ ചെയ്യുന്ന പോലെയാണ് ചിലപ്പോ. വെള്ളത്തിൽ എത്ര നേരം ആനക്കെടുക്കാൻ പറ്റും, മറ്റേനെ എത്ര നേരം എടുക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ ചോദിക്കണം. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ മമ്മൂട്ടിക്ക് അത് വെച്ചാൽ മോഹൻലാലിന് നാച്ചുറലി ഗിഫ്റ്റഡ് ആയിട്ടുള്ള കുറെ ഇതുകളുണ്ട്. തിലകൻ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ടല്ലോ, അതായത് ഒരു ഇന്റർവ്യൂല് പറഞ്ഞിട്ടുണ്ട്, മോഹൻലാൽ എന്ന് പറയുന്നത് ഒരു ആനേനെ പോലെയാണ്, മോഹൻലാലിന് തന്നെ അറിയില്ല എന്തൊക്കെ കഴിവുകളാണ് അയാൾക്കുള്ളത്. അത് ശരിയാണ്. ഇപ്പൊ പറഞ്ഞോണ്ട് പലവരും മോഹൻലാലിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതിലൊന്നും സംസാരിച്ചേക്കുന്ന ഒരാളിന് ഭരത് ഗോപി പറഞ്ഞിട്ടുണ്ട്. കാരണം അയാൾ ചെയ്യുന്ന സമയത്ത് അയാൾക്ക് ഒരു മറ്റേ ഭൂതാവേശിതനായ പോലെ എന്നാണ് പറഞ്ഞത്. അയാള് മറ്റൊരു കോമരക്കാരനെ പോലെ അഭിനയിക്കണം, തുള്ളല്ല കഥാപാത്രത്തിന്. ചിലപ്പോ അയാള്
അയാളുടെ ഉള്ളിൽ ചിലപ്പോൾ അയാൾ കണക്കൂട്ടി വെച്ചിട്ടുണ്ടാവും, കഥാപാത്രം ഇങ്ങനെ നടക്കും, ഇങ്ങനെ ആയിരിക്കാം, ഇയാൾ അറിയാതെ ചെയ്തു വെച്ചിട്ടുണ്ടാവും. പക്ഷെ അപ്പോ എല്ലെത്തുമ്പോ അയാളത് പുറത്തേക്ക്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അയാള് കോമഡി ഒക്കെ പറഞ്ഞിട്ട് കൂളായിട്ട്, കാരണം ആക്ഷനും കട്ടിനും ഇടയില് അയാളുടെ ഉള്ളില് സംഭവിക്കുന്നത് ഇതിനെയാണ് അയാളുടെ ആക്ടിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ആക്ടിങ്ങിന്റെ ആടനുബന്ധിച്ച് നമുക്കിത് ഇതൊന്നും ഇതാക്കണം, കുറെ സമയമായിട്ടുണ്ട്.